അപ്പോൾ എൻ്റെ കാര്യം കേൾക്കാം. കാരണം വെച്ചാൽ ഞാൻ ആർമിയിലാണ്. ഞാനിപ്പം ആസാം ആ പല സ്ഥലങ്ങളിൽ ഞാൻ കട്ടിയേറ്റാണ് വരുന്നത്. ഇപ്പം ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഞാൻ ഈ പട്ടാളത്തിനകത്ത് 15 വർഷം സർവീസായി. ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോഴത്തെ 10 വർഷത്തിന് ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഗുവാഹട്ടി എന്ന് പറഞ്ഞ സ്ഥലം. ആസാം എന്ന് വെച്ചാൽ ഒരുപാട് പുറകിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ സംസ്ഥാനം ഇപ്പോഴത്തെ നിൽക്കുന്ന, ഞാൻ അവിടെ ചെന്നിട്ട് 2 വർഷം മുന്നേ ചെന്നതാണ്. ആ ചെന്ന സമയത്ത് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ആ വികസനം അറിയണമെങ്കില്ലയോ അങ്ങോട്ട് പോകണം. കേരളത്തിലുള്ളവർക്ക് ഒന്നും അറിയത്തില്ല. കാരണം എന്നറിയാം, അവർക്ക് ഭാഷയുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. മാത്രമേ നമ്പർ 1 ഉള്ളൂ അല്ലേ? പേരിൽ മാത്രമേ നമ്പർ ഉള്ളൂ. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദയനീയമാണ്. അത് അറിയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഇനി വരുന്ന ഒരു 5 വർഷമെങ്കിലും നമ്മൾ കേരളത്തിന് BJP കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വികസനം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പറയാറുണ്ടല്ലോ, കേരളം എന്ന് വെച്ചാൽ ഒരുപാട് വികസിതമായിട്ടൊരു സംസ്ഥാനമാണെന്ന്. അത് അറിയണമെങ്കിൽ ഇനി ഒരു 5 വർഷം കേരളത്തിന് കൊടുക്കണം. ഒരു അവസരം നമുക്ക് കൊടുക്കാനുള്ളവർ കൊടുക്കണം. അതാണ് ആവശ്യം ചെയ്യുന്നത്. സൈനികനായിരുന്നുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, മുൻപത്തെ കശ്മീരും ഇപ്പോഴത്തെ നിലവിൽ സർവീസിലുണ്ടോ? ഞാൻ സർവീസിലാണ്. ഞാനിപ്പോൾ ജമ്മു കാശ്മീരിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം. ജമ്മു കാശ്മീരിൽ ഇപ്പം പോയി നോക്കണം. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് 370 എന്ന് പറഞ്ഞാൽ അത് എടുത്ത് കളയുന്നതിന് മുമ്പേ ഉള്ളതും അതിന് മുന്നോളത്തിൽ നോക്കണം. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡമാണ്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കല്ലെറിയല്ലോ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു ആ സുഖമില്ല ഇപ്പം നമ്മൾ ആസ്വദിക്കണം. ഇപ്പം നമ്മൾ നോക്കണ ബോർഡിലെ ഡ്യൂട്ടി മാത്രം നോക്കിയത്. ഇപ്പോൾ ചൈന, പാകിസ്ഥാൻ ആ രാജ്യങ്ങളുടെ അത് മാത്രം നോക്കിയത്, അല്ല വേറെ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ മീഡിയ കാണിക്കുന്ന ഒരു ചിലരെന്ന് പറയും ഈ ചൈന ഇങ്ങോട്ട് ആക്രമിക്കുന്നു, അതൊക്കെ പറയുന്നത് വെറുതെയാണ്. കാരണം എന്നറിയാമോ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഒന്ന് തൊടാൻ വേണ്ടിയോ, ഇന്ത്യ എന്ന രാജ്യത്ത് തൊടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അവർ ആലോചിച്ചിട്ട് മാത്രമേ തുറക്കുള്ളൂ. ആലോചിക്കുന്ന ഈ ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ്. അതെ, അത് പോയിട്ട് ഇപ്പോൾ ഒരു അഗ്നിവീർ എന്ന സിസ്റ്റം വന്നിട്ടുണ്ടല്ലോ. അഗ്നിവീറിന്റെ ഗുണം സത്യം പറഞ്ഞാൽ അറിയില്ലാതെയാണ് ഓരോരുത്തരും ഇങ്ങനെ വെറുതെ പറയുന്നത്. അതിന്റെ ഗുണം അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് രാജ്യസുരക്ഷയെക്കുറിച്ചാണ്. രാജ്യസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സൈനികൻ വന്നിട്ട് പറയാണ്, ഇപ്പോഴും താൻ സൈനികനായി തുടരുന്ന ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നിട്ട് പറയാണ് രാജ്യസുരക്ഷ എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോര ഇങ്ങനെ തിളച്ചു വന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഒരു പ്രവർത്തനം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗ്യാരണ്ടി, രാജ്യസുരക്ഷയിലുള്ള ഗ്യാരണ്ടി. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം നോക്കുകയാണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ കാശ്മീരിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുകയാണ്. ക്രിക്കറ്റ് അപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഒക്കെയായ രാഹുൽ അവിടെ പോയി സ്കൂളായിട്ട് നടക്കുന്നു. അത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഒരു പക്ഷേ 370യുടെ ശേഷം അല്ലെങ്കിൽ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള നിർണായക തീരുമാനങ്ങൾക്ക് ശേഷമാണെന്നുള്ളതാണ് ഏറ്റവും. പക്ഷേ നമ്മൾ കാശ്മീരിലേക്ക് പോയതുകൊണ്ടാണ് ചില ചരിത്രങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പണ്ട് ജമ്മു കാശ്മീരിൽ ചെന്ന് ദേശീയ പതാക ഉയർത്താൻ സാധിക്കില്ല. അന്ന് പണ്ട് BJP അല്ലെങ്കിൽ മറ്റു സംഘടനകൾ, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളൊക്കെ ഈ കാശ്മീരിലേക്ക് പോകുന്നത് ആഗസ്റ്റ് 15-ന് എത്തിയിട്ട് അവരൊരു വലിയ പ്രകടനമായി എത്തി, ഒരുമിച്ചെത്തി അവിടെ ദേശീയ പതാക ഉയർത്തുന്ന ചരിത്രമുണ്ട് നമ്മുടെ രാഷ്ട്രത്തിന്, നമ്മുടെ രാജ്യത്തിന്. ആ ചരിത്രമൊക്കെ ഇന്ന് മാറി. ഒരു സാധാരണ കുട്ടി എൻ്റെ ദേശീയ പതാകയും തോളിലേന്തി അഭിമാനത്തോടു കൂടി നടക്കുകയാണ്. ഓരോ സൈനികനും വ്യക്തമാക്കുന്നത്, പണ്ട് ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ, കഴിഞ്ഞ 10 വർഷം മുമ്പ് പ്രവേശിക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ റോഡിൽ പോകുമ്പോൾ സൈനികൻ എന്ന നിലയിൽ അവരെ കല്ലെറിയുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്. ഇന്ന് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന സാഹചര്യം. കാശ്മീർ മാറി, നമ്മുടെ രാജ്യം മാറി. മൊത്തത്തിൽ ലോകോത്തര നിലവാരത്തിൽ രാജ്യത്തെ ഉയർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ സാധാരണക്കിടയിൽ കേരളം നമ്പർ 1 എന്നൊരു നിലപാട് ഇപ്പോൾ എല്ലാവരും പ്രചരണാർത്ഥം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ മാറ്റം കാണണമെങ്കിൽ അത് BJP ഭരിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോട് ഭരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് പോകണമെന്ന് ഒരു ദൃക്സാക്ഷി നേരിട്ടെത്തി പറയുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ആസാമിലുണ്ടായ മാറ്റം, ഗുവാഹട്ടിയിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട്. ആ ഒരു ഗ്യാരണ്ടിയാണ് കേരളത്തിലെ ജനതയ്ക്ക് BJP നൽകുന്നത് എന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇനിയുള്ള കാലഘട്ടം, ആ കാലഘട്ടം എങ്ങനെയാകണം, അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടമാണ് എന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങാനുള്ള ഒരു ആദ്യ ചുവടുവയ്പ്പാണ്, കേരളത്തിൻ്റെ ഒരു ആദ്യ ചുവടുവയ്പ്പും കേരളത്തിലെ BJP പ്രവർത്തകരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കവും കൂടിയാണ് എന്നല്ലേ നമുക്കിതിനെ വിലയിരുത്താൻ സാധിക്കാം. അതായത് ഒരു നവഭാരത ശില്പി എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു നവഭാരത ശില്പിയെ സ്വീകരിക്കാൻ അനന്തപുരി ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹം ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത്. അതിനു മുൻപായി തന്നെ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് വോളണ്ടിയർ ഉൾപ്പെടെയുള്ളവരെ പ്രവേശിപ്പിച്ചു തുടങ്ങി, മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. തൊട്ടു പിന്നാലെ തന്നെ ഈ വരുന്ന ഓരോ പ്രവർത്തകരെയും സുരക്ഷാ സംവിധാനങ്ങളിലൂടെ കടത്തിവിട്ട് വേദിയിലേക്ക്
സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഏകദേശം 1.5 ലക്ഷത്തോളം പേരെയാണ് നിലവിൽ BJP പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 1.5 ലക്ഷം കടക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം അദ്ദേഹം കടന്നു വരുന്ന വീതികൾ, റോഡ് ഷോ ഇല്ല എങ്കിൽ പോലും അദ്ദേഹം കടന്നു വരുന്ന വിമാനത്താവളം മുതൽ സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഈ സെൻട്രൽ സ്റ്റേഡിയം വരെ ഓരോ ഇടവഴികളിലും അദ്ദേഹത്തിനെ കാണാൻ, അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിനെ കൈവീശി കാണിക്കാൻ പ്രവർത്തകരുണ്ടാകും, സാധാരണ ജനങ്ങളുണ്ടാകും. വിനീഷ് സൂചിപ്പിച്ചതുപോലെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉപഭോക്താക്കളുണ്ടാകും, ഗുണഭോക്താക്കളുണ്ടാകും. ഒപ്പം BJPയുടെയും NDAയുടെയും ദേശീയതയ്ക്കൊപ്പം അണിചേരുന്ന ഓരോ പ്രവർത്തകരും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും സമഗ്ര കവറേജുമായി ജനം TVയും ഇവിടെയുണ്ട്. വിവിധ പോയിന്റുകളിൽ ജനം TVയുടെ റിപ്പോർട്ടർമാരുണ്ട്, ദൃശ്യങ്ങൾ പകർത്താൻ ക്യാമറ പേഴ്സൺസ് ഉണ്ട്. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി പ്രധാനമന്ത്രിയുടെ നരേന്ദ്രന്റെ കേരളത്തിലേക്കുള്ള വരവിനായി കാത്തിരിക്കുകയാണ് അനന്തപുരിയും തലസ്ഥാനവും. രജനി. ശരി.